സാർ നമസ്കാരം. രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്ന് മസിൽ പിടിച്ചു. മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേന്ന് ശേഖരൻ. പോയിടാവുന്നു. ഇതെന്താ എല്ലാരും ചുറ്റും കൂടി നിൽക്കുന്നത്? ഇതെന്താ വെള്ളേ വെള്ളേ ഉജാലയുടെ പരസ്യ? ഓ, ഭരണം കിട്ടിയപ്പം കൊറേ പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നു. പോയിടാ അവിടുന്ന്. ശിവദാസ, ശേഖരൻ നമ്പ്യാർ വന്നോടെ? എത്തി. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ? എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനിലായിരുന്നു ആ സാറ്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് ശത്രുക്കളാ. തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ. പേഴ്സണലായിട്ട് ഞാനും. ഇരുന്നാട്ടെ. ആ, അപ്പൊ ശിവദാസ, എങ്ങനാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം. ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ വെച്ചുള്ളൊന്നും നിയമമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം. അത് നിയമം. അത് കള. ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ. കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് ഞാനും മാധവൻ സാറും ഇൻവോൾവ് ആയ കേസാണ്. ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ 3 മാസമാണ് പ്രായം. പിന്നെ ഒന്നിനെക്കോണം വളർന്ന കാലം. ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാൻ നേരം വെളുപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത്. ഞാനത് ചെയ്യും. ശിവദാസ, ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിന്റെ ഉത്തരം 2 ആയാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും. ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ, ഈ നിൽക്കുന്നതിൽ ഒരുത്തന്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ. നമ്പ്യാരെ, അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടു. എനിക്ക് വേറെ ചില പണികളുണ്ട്. രാജേന്ദ്ര, മന്ത്രി മാധവൻ. ശിവദാസ, കാർത്തികന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ. എങ്കിൽ ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസൺ ആയേനെ. മാധവൻ സാർ, താല്പര്യമുള്ളവനാണ് ഞാൻ. ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ 2 കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല. അങ്ങ് വടക്കൻ മണ്ണിൽ യുപിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത്. ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പുരയുടെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയും ശർക്കരയും കുഴച്ച് തിന്നാൻ. ശേഖരൻ നമ്പ്യാരാൻ കമ്പനി എത്തിയിട്ടുണ്ട്. പോളേട്ടനകത്ത് കയറിയ ഗോവെ കുമാരേട്ടനുണ്ട്. ഞാന് ലേലം നടക്കുന്ന ഹാളിന് വെളിയില്. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞ വിളി വേണ്ടെന്ന് പറ പോളേട്ടനോട്. ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ. സമയമില്ല കളയാൻ. പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ
വയസ്സ് 67, കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് 6 ഏക്കർ 47 സെന്റ് ഭൂമി. ആ തുടങ്ങുന്നു. നടക്കട്ടെ, ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം. മറ്റേ നാറിയില്ല ഇവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു. അതാരും പറഞ്ഞില്ല. അവൻ അങ്ങനെ വന്ന് ചാടില്ല. മറ്റേ ദുബായ് ഇഷ്യൂ ഉണ്ണി കണ്ടാ കുത്തിന് പിടിക്കുന്നറിയാം. CK ടെമ്പേഴ്സിന് മൊയ്തു ഹാജി 20 വിളിച്ചു. ശേഖരൻ നമ്പ്യാർ 5 കൂട്ടി. നമ്മളോ 40 ലക്ഷം. ശേഖരൻ നമ്പ്യാർ 10 കൂട്ടി. പോളേട്ടൻ ജമ്പ് ചെയ്ത് 60-ല്. ഇനി ആരും മേലെ പോവില്ല. 60 ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു. കൺസീൽഡ് ടെൻഡർ ഒന്നും വന്നില്ലേ? അതേ ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട്, അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാർ അനുവാദം ചോദിക്കുന്നു. കൺസീൽ ടെൻഡറിലെ ഫിഗർ ഇതിലും കൂടുതലാണെങ്കിൽ എന്താ കാർത്തികേയ പറയുന്നത്? 60 ലക്ഷത്തിന് മേലെ കൺസീൽഡ് ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത്? ശരിയായ വിലയുടെ ഇരട്ടിക്കാ നമ്മളിപ്പോ നിൽക്കുന്നത്. അവന്മാര് പൊട്ടിക്കെട്ടെന്ന് അതിയുമ്മ ആരോ തമാശ കാണിച്ചതാവും. ശരി. മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസെയിൽ ടെൻഡറിൽ 60,10,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. സോ ലേലം ആ തുകയ്ക്ക് മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കൺസീൽ ടെൻഡർ അല്ലേ? ഇത് തന്നെ കൺസീൽ ടെൻഡർ എല്ലാവർക്കും കൺസീൽ ടെൻഡർ ഓപ്പൺ ടെൻഡർ എന്തൊരു പരിപാടി? എന്നോ നീ? ഇല്ല, തെറ്റില്ല ലക്ഷ്യം. നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന്. നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ? മൈദീൻ കണ്ണ റാവുത്തർ ഒരു പഴയ ചങ്ങാതിയാ. അയാളുടെ സമ്മാനമാണ്. എഴുത്താണി കത്തി എന്നാ ഇതിനെ പറയാ. കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും. കഴുത്ത് തുളച്ചു കയറും. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ. എന്താടോ ഒറ്റുപോയാ താൻ? 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ. അതവന്റെ രക്തത്തിലുള്ളതാ. നീ തോൽക്കില്ലട മോനെ. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. കുടിക്കുമ്പോ തനിച്ചിരുന്ന് കുടിക്കണമെന്നാ മിലിറ്ററി അയ്യപ്പൻ നായർ പറഞ്ഞത്.
ആളുകളെ അങ്ങ് ഒഴിവാക്കാനാ ഇപ്പൊ പൊട്ടിയ വെടി. മോനെ ആദ്യം ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു ലൈം പീസും. എവിടെ ഓണർ പുരുഷു? കാർത്തിക ഒരു മറ്റേ പണി കാണിക്കല്ലേ. ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ വടുവ റാസ്കൽ. നിന്റെ ആ കൺസീൽഡ് ടെൻഡർ എനിക്കങ്ങ് ബോധിച്ചു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ എത്രയ്ക്ക് അങ്ങ് വലുതായ? ചെയ്യിച്ചതാ ശേഖരൻ മുതലാളി. ഞാൻ ബിനാമിയ. പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ആ ഉണ്ണേ, നീ ആ ദുബായ് കളി കളിച്ചില്ലേ ചന്ദ്രദാസിന്റെ കൂട്ടുപിടിച്ച്? 10 ലക്ഷമാ ഞങ്ങൾക്ക് ഒരു പോക്കായത്. അതിങ്ങി തരണം. തരും, തന്നിരിക്കും. അമ്മയാണേ തരും. പുറത്തൊരു എസ് ക്ലാസ് ബെൻസ് കിടക്കുന്നത് ആർക്കുള്ളത്? എന്റെതാ. അതിന്റെ കീ ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ച്. അതിന് ഇവന്റെ ഇരിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു തരും. മതി. എന്നാ ഞങ്ങൾ ചരിക്കട്ടോ? ആയിക്കോട്ടെ. വാ. അരി വറക്കല്ലേ. ഏയ് എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 22 സദ്യ ഉണ്ടാവുന്ന വഴി പറഞ്ഞ പന്നപ്പും. അവനെ ഇങ്ങ് വിട്. ഞാൻ അവനെ കണ്ടിരുന്നു, മണിയമ്പറ പുരുഷോത്തമനെ. ഓ, എന്താ അയാൾക്ക് വിശേഷം? വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത്. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? ചോദിക്കേ. നമ്പ്യാരെ, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. മംഗലശ്ശേരി, നിങ്ങൾ പറയുന്നതാണ് വില. ഒരു നാഴി മണ്ണിന് 1 ലക്ഷം ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽ വെച്ച് തട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇതൊഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ, അങ്ങനെയൊന്നുണ്ടോ? എങ്കിലാ അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടാന്ന് 1ഉം 2ഉം അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്കുകൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കേ. ഡാ, ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിഞ്ഞതാ മോനെ, ആ പച്ചട്ടിയില് അരി വറക്കരുത്. ഞാൻ നാളെ പോകുന്നു. ഒരു 10 ഡേയ്സ് മെഡിക്കൽ ക്യാമ്പ്. അകമലയിലെ ആദിവാസി കോളനിയില്. ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ. ഈ സർവീസൊക്കെ ധാരാളം. നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ? ഇനി എത്ര ദിവസമുണ്ട്? 2 ആഴ്ച കഷ്ടിച്ച്. അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ? ആരാ? കണ്ടോ? സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവളെന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, ജോക്ക് ജോക്ക് ജോക്ക്. തമാശ പറയുന്ന ഡോക്ടർ അതായിട്ടാണ് ആ സൈസ്. ആണോ? അല്ലേ? സൂര്യ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണോ ഈ ഇറങ്ങിപ്പോക്ക്? ഞാനങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല.
ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറുമില്ല. എന്നാ സ്വയം പൊഴിഞ്ഞൊരു പ്ലേറ്റ് കയറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ കണ്ടു, രണ്ടുപേരും തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹറ, സത്യത്തിൽ പ്രേമമല്ലേ, അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തിന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോന്നൊരു ഹിന്ദി സിനിമയുടെ കഥയെ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എൻ്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടിയിൽ. നെല്ലിപ്പടി, നെല്ലിക്കോട് ഭാസ്കരനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സ്വഭാവരികിരികിരി. കരയില്ലേ കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ, ആദിവാസികള്. അവറ്റ ചാട്ടക്കടിച്ച് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല. മരുന്നല്ല, മന്ത്രവാദം അവറ്റയുടെ രീതി. ഞാൻ വരാം ഡോക്ടർ. ശരി. Sister, you ask him to take this tablet for 2 days. Yeah, let's see, no? Yeah. Hi. Hi. ഡോക്ടർ ജാനകി അമ്മ. ഞാനാണ്. അമ്മ ഒരു നിമിഷം. Can you give me your step? Yeah. പറയൂ, എന്താ കാര്യം? അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഒരു മുഖ്യமான വിഷയം. പറഞ്ഞോളൂ. അമ്മ എന്റെ കൂടെ ഒരു ഇടം വരവൊന്ന് വരണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിലെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. What? കിഡ്നാപ്പ്. സത്തമുണ്ടാക്കരുത്. വഴിയേ പറയാം. സത്തമുണ്ടാക്കിയാൽ തോക്ക് വെടിക്കും. പ്ലീസ് കോപ്പറേറ്റ്. കയ്യിൽ വലതുമെടുക്കാനുണ്ടോ? എടുത്തോളൂ. ഇതാണോ? പിടിക്കാൻ. നടക്ക. மரியாதையாக என் கூட வா. நாங்க வந்து வீரப்பனோட ஆட்கள். அனங்கியால் சுட்டு கொன்னுடுவேன். மாறடா, எல்லாம் மாறு. கிட்ட வந்தா சுட்டு கொன்னுடுவேன். இந்த டாக்டர் அம்மாவை நாங்க கிட்னாப் பண்ணியாச்சு. கிட்னாப். അകമല, അവരെത്ര പേരുണ്ട്? 4 പേര്. യെസ് യെസ്, ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ, അവനെ അത് ചെയ്യുള്ളൂ. അത് അറിയാഞ്ഞിട്ടല്ല അങ്കിൾ,
പിന്നെ എന്താടോ നോക്കി നിൽക്കണേ? അവനെ എങ്ങ് അറസ്റ്റ് ചെയ്യരുതോ? പാടില്ല. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയോ അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല. നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ ഞാൻ. ഓനെ അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചേ പറ്റൂ. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും. കുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്കാം കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ കുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ തളചാത്താൻ ഒരുങ്ങുന്നു താരകൾ ഒട്ടുകുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ മഴക്കാരുമായും കാട്ടും രാവാണേ മരം പൊട്ടി നിൽക്കും പിന്നിൻ നെഞ്ചാണേ നിലമെത്ത നീത്തി വിരിക്കടി കിളിത്തൂവൽ കൊണ്ടു പുതയ്ക്കടി വഴിക്കോണി തത്ത ചിലച്ചെടി വരുന്നുണ്ട് മാരൻ മാനിലെ ചില്ലുവിളക്കിൽ തിരിത്തുമ്പ് താണടേ മാറിലെ താമരമുട്ടിൽ കുളിച്ചാത്ത് ചാത്തടേ ഒട്ടുകുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ പൊന്നേ അണിയാ പൊന്നേ മുല്ലേ വിരിയാ മുല്ലേ കുഞ്ഞിലാത്തെല്ലൊരുങ്ങി മുഖത്തിങ്കൾ മൂടുവാൻ കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ யாரையும் காணுமே. எங்க போச்சம்மா? கடவுளே. Stop!
നിയറസ്റ്റ് ടൗണിൽ പോണം. ടൗൺ. ഹലോ ഒരു സമയാണ് അമ്മ വണ്ടിയിൽ ഏറിയാച്ച്. ഓക്കെ.